ഈ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർപ്പാക്കിയിരുന്നു PK ശ്രീമതിയും അതുപോലെ ഈ BJP നേതാവായ B ഗോപാലകൃഷ്ണനും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു തിരുത്ത് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദപ്രകടനത്തിന് തയ്യാറായതെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. സ്ത്രീയുടെ കണ്ണീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുള്ളത് കൊണ്ടായിരുന്നു ആ ഖേദപ്രകടനമെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കിപ്പം ലെവിൻ K വിജയനുണ്ട്. ലെവിൻ, ഇന്നലെ രണ്ടുപേരും എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ചിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നലെ പറഞ്ഞതൊന്നുമല്ല ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ പറയുന്നത്. ഇന്നലെ ഈ സംഭവത്തിനൊക്കെ ശേഷം CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ ഗോപാലകൃഷ്ണൻ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ നേരിട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു നിലപാട് മാറ്റം? CPM കേന്ദ്രങ്ങളിൽ നിന്നും സൈബർ ആക്രമണം തുടർച്ചയായി ഈ വിഷയത്തിൽ തുടർന്നുണ്ടായതിനെ തുടർന്നാണ് ഒരു വിശദീകരണ കുറിപ്പുമായി B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഔദാര്യമാണ് ഖേദമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത്. അത് PK ശ്രീമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച അധിക്ഷേപകരമായ പരാമർശം കോടതിയിൽ വെച്ച് ഒത്തുതീർപ്പായി. അതിനുശേഷം ഈ ഖേദപ്രകടനം നടത്തിയത് പരസ്യമായി മാധ്യമങ്ങളോട് അദ്ദേഹം ഈ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. ശ്രീമതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച ഗോപാലകൃഷ്ണൻ ഇവരുമായി കേസ് ഒത്തുതീർത്ത ശേഷമാണ് കോടതിയിൽ നിന്ന് പിരിഞ്ഞത്. ഇക്കാര്യത്തിലുള്ള വിശദീകരണമാണ് പ്രധാനമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നത്. CPM സൈബർ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്നാണ് ഈ ഗോപാലകൃഷ്ണന്റെ പോസ്റ്റിലെ ചുരുക്കമായി പറഞ്ഞാൽ. ഔദ്യോഗിക താൻ ഈ ഖേദപ്രകടനം നടത്തിയത് ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രമാണ്. ശ്രീമതി ടീച്ചറുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കണ്ണീരിന് വില കൽപ്പിക്കുന്നതുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു മികച്ച മാതൃക സൃഷ്ടിക്കുന്നതിനുമായിട്ടാണ് താൻ ഒരു ഖേദപ്രകടനം നടത്തിയത്. കേസ് നടത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ കോടതിയിൽ വെച്ചത് ഒത്തുതീർപ്പായ കേസിൽ താൻ കേസുമായി മുന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല ഈ കേസിന്റെ വിശദാംശങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. തനിക്ക് വേണമായിരുന്നെങ്കിൽ മാപ്പ് പറയാതെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാതെ ഒഴിവായി പോകാമായിരുന്നു. പക്ഷേ ഈ ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോടുകൂടി ഇക്കാര്യങ്ങൾ, കേസ് ഒത്തുതീർപ്പായ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയതെന്നും അത് അക്കാര്യം അറിയാതെയാണ് സൈബർ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഗോപാലകൃഷ്ണൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ ലെവിൻ, വ്യക്തമാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൽ നിന്നൊക്കെ ഇന്ന് പൂർണ്ണമായും മലക്കം മറിഞ്ഞിരിക്കുകയാണ് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ K വിജയൻ.